بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാഴ്ചകൾക്ക് ശേഷം ഇന്ന് നമ്മൾ വീണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കറിയാം, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പുതിയൊരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പ്രകാരം തന്നെ ലഇൻ ശകർതും ലഅസീദന്നക്കും വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ബോധ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വളരെ ഏറിപ്പോയാൽ ഒരു 30 മിനിറ്റിലേക്ക് ചുരുക്കാവുന്ന തരത്തിലുള്ള ഒരു സംസാരം എന്താണ്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഇതൊരു ആയത്തിന്റെ ഒരു ഭാഗമാണ്. സൂറത്തു തൗബയിലുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുമ്പോ ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് ഭംഗിയുള്ള വശങ്ങളുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ആദ്യം ഈ ഒരു വിഷയം എടുക്കുന്ന സമയത്ത് ലാ തഹ്സൻ, ഹുസ്ൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് കാണാൻ പറ്റും. മുഅ്മിനീങ്ങൾക്ക് എന്താണ്? അവർക്ക് ഹമ്മും ഹസനും വേണ്ട. അവർക്ക് ഹമ്മും ഹസനും പറ്റിയിട്ട് അവരെന്ത് ചെയ്യേണ്ടതില്ല, അവർ അതിനെ പറ്റി ആലോചിക്കേണ്ടതില്ല എന്നുള്ളത് പറഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോ ഇവിടെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ എന്തിനാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊപ്പം കൂടെ ഉണ്ട് എന്നുള്ള അള്ളാഹുവിന്റെ മഅയ്യത്ത് അനുഭവിച്ചൊരു എന്നെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഭംഗിയുള്ള ജീവിതമായിരുന്നു. ശരിക്കും ഓരോ മുഅ്മിനാത്തുകളായിട്ടുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷത്തില് നമ്മൾക്ക് ഫീൽ ചെയ്യേണ്ടത്, നമുക്ക് ബോധ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് മഅയ്യത്ത് അല്ലാഹ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഈ സൂറത്തിന്റെ ഈ ഒരു ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ്, അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് വേവലാതിപ്പെടുന്നുണ്ട് അല്ലെ. അവര് രണ്ടുപേരും ഒറ്റക്കായ സമയത്ത് ആ ഗുഹയിൽ വെച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയുന്നുണ്ട്, റസൂൽ അവർ നമ്മളെപ്പോ പിടിച്ചേക്കുമല്ലോ എന്ന് വേവലാതിപ്പെടുന്ന സമയത്ത്, അവർ നമ്മളെ പിടിച്ച് പോയാലോ എന്ന് വിഷമിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സാഹിബിനോട് പറഞ്ഞിട്ടുള്ള വാക്കാണത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അഥവാ അവരിലുള്ള ഒരു വിശ്വാസം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സാഹിബിനോട് ആ ഒരു വിശ്വാസം അവർക്ക് അവിടെ ഉറപ്പിച്ചു കൊടുത്തതിന് ശേഷം സുബ്ഹാനല്ലാഹ്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ പറ്റും, അവർക്ക് അവിടെ മഅയ്യത്ത് അല്ലാഹ് അവർക്ക് അവിടെ ബോധ്യായി. ലാ തഹ്സൻ, വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇന്നല്ലാഹ മഅന, തീർച്ചയായിട്ടും അള്ളാഹ് നമ്മളവിടെ ഒപ്പം ഉണ്ട് എന്നുള്ള ആ മഅയ്യത്ത് അവർക്ക് അവിടെ വ്യക്തമായി. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു വേവലാതിപ്പെട്ടത് എന്താണ്? റസൂലെ, നമ്മളെങ്ങാനും അവര് പിടിച്ചു കൊണ്ടുപോവോ, ആ ഗാറിൽ നിന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോവോന്ന് പേടിക്കുന്ന ഒരു സമയം. നമുക്കറിയാം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടത്തായിട്ട് നമുക്ക് പറഞ്ഞു കാണാൻ പറ്റും, ഫലമ്മാ റഅൽ അഹ്സാബ്, ഈ അഹ്സാബ് യുദ്ധ സന്ദർഭത്തില് പല സന്ദർഭങ്ങളിലും ഈ യുദ്ധങ്ങളെ നമുക്കറിയാം, നമ്മളെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നല്ല വെൽ ഫിറ്റ് ആയിട്ട് നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടല്ല ഒരു യുദ്ധത്തിന് പോണത്. പട്ടിണിയും പരിവട്ടവുമായി
അത്രമേൽ ദാരിദ്ര്യം നിറഞ്ഞ സന്ദർഭങ്ങളിൽ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലാണ്ട്, ഒരു യുദ്ധമൃഗം പോലും, യുദ്ധവാഹനം പോലും ഇല്ലാണ്ടാണ് അവർ പലപ്പോഴും മിക്കപ്പോഴും എവിടെ പോയിട്ടുള്ളത്, യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നത്. ആ സമയത്ത് ഉറപ്പായിട്ടും ആ ഒരു യുദ്ധവേളയിൽ ആ ഒരു ഭയാനകത ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് എത്രത്തോളം നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോ ആ ഒരു സന്ദർഭങ്ങളിൽ അവര് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അള്ളാഹ് പറയുന്നുണ്ട് മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാന്റെ സഹായം എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം അടുത്തന്നെ ഉണ്ട് എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ തലത്തിൽ മറ്റൊരു സ്ഥലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, കാണാൻ പറ്റും. ആ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലെ എപ്പോഴാണ് നമുക്ക് സഹായം കിട്ടാന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ കാണാൻ പറ്റും അല്ലെ. അഥവാ നിങ്ങൾക്ക് മുൻപുള്ളവര് നടുക്കീറി പിളർത്തിയിട്ട് പോലും അവർ അവരുടെ വിശ്വാസത്തില് അചഞ്ചലമായി നിലകൊണ്ടിട്ടുണ്ട്. അത്രമാത്രം നിങ്ങളെ മുൻകഴിഞ്ഞവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ പറഞ്ഞു വന്നത്, ഈ വല്ലാതെ പേടിയും ഭയമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഒറ്റക്കാണ് എന്നുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു ഇരുട്ട് നമ്മൾക്ക് വരും. ഉം അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് റസൂലിനോട് ചോദിക്കണുണ്ട് അല്ലേ, റസൂലെ നമ്മളിപ്പോ ഒരു പിടിക്കൂലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാളും ഇവിടെ പെട്ടുപോയല്ലോ, അഥവാ മുശ്രിക്കുകളെ ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സന്ദർഭം. ഉറപ്പാണ് അവർക്ക് കിട്ടിയ പിന്നെ ഒരു സംശയവും ഇല്ല, അവരെ കഥ കഴിഞ്ഞ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം പെടുവോ, തന്നെ കൊല്ലുവോ എന്ന് ആലോചിച്ചിട്ടല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വേവലാതി മുഴുവനും തന്റെ സാഹിബായിട്ടുള്ള ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വിഷമം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ തഹ്സൻ, ആ ആ കഴിഞ്ഞ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യണ്ടില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ മഅന, തീർച്ചയായിട്ടും ഒരു നോ ഡൗട്ട്സ്, ഒരു സംശയം വേണ്ട, അള്ളാഹ് നമ്മളൊപ്പം തന്നെ ഉണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. ഇനിയുള്ള ഭാഗമാണ് ഏറ്റവും ഭംഗിയുള്ള ഭാഗം. അവരുടെ മഅയ്യത്തുള്ള അവരിലാണ്ട് ഉറച്ച സമയത്ത്, സുബ്ഹാനല്ലാഹ്, ആ മഅയ്യത്തുള്ള അവരിൽ എത്തിയ സമയത്ത് അള്ളാഹ് പറയുന്നത് എന്താണ്, ഫ അൻസലല്ലാഹ്, ഒരു ഫസീഹാണ് നമുക്കറിയാം. അപ്പോൾ തന്നെ നമ്മള് സൂറത്തുൽ അംബിയയിലെ ആ പ്രാർത്ഥന ഓരോ നബിമാരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോഴും ഫസ്തജബ്നാല എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. എന്താ, അപ്പൊ തന്നെ അവർക്ക് ഞാൻ എന്താക്കി, അപ്പൊ അവർക്ക് ഞാൻ മറുപടി കൊടുത്തു, അപ്പൊ ഞാൻ അവര് ചോദിച്ചതിന് അവർക്ക് റിപ്ലൈ കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് പറ്റും. അതേപോലെ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ. സുബ്ഹാനല്ലാഹ്. ഇത് രണ്ടും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ജീവിതം ഇത് രണ്ടിനെ കൊണ്ടും സമ്പുഷ്ടമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഫസ്റ്റ് വേണ്ടുന്നത് നമ്മൾ മഅയ്യത്തുള്ള നമുക്ക് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോ അവർക്ക് എന്താ കൊടുത്തത്, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അവർക്ക് ഭയങ്കര സക്കീനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഈ സക്കീനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇതില് അഥവാ അവിടെ ഒരു സമാധാനാണ് അല്ലെ. വീടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളെ വീടിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. നമ്മളെ വീട്ടിൽ നമുക്ക് ഏറ്റവും നല്ല ഓർമ്മകളുള്ള സമയം, ഏറ്റവും സന്തോഷം സമാധാനമൊക്കെ നിറഞ്ഞ സമയം, ആ സമയത്ത് ആ വീട് എന്താണ്, മസ്കനാണ്. എപ്പോഴും ആ വീട്ടിൽ തല്ലും പൊടിയും പ്രശ്നങ്ങളും വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരുകളൊക്കെ ആണെങ്കിൽ അത് മസ്കനല്ല, അത് ബൈത്താണ്. മനസ്സിലായല്ലോ. അപ്പൊ ആ സക്കീന, ആ ഒരു സുക്കൂന് കിട്ടണം, ആ ഒരു സമാധാനം കിട്ടണം. ആ ഒരു സമാധാനം ഉണ്ടല്ലോ, അഥവാ ഒരു റാഹത്ത് ഹൃദയത്തിന് ഫീൽ ചെയ്യല്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കീനത്തിനെ പറ്റി പറഞ്ഞ മറ്റൊരു ഭാഗം, ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരുന്നത് എന്താണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്താണ് ആ സക്കീന എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ പറ്റി പറഞ്ഞ സമയത്ത് പറയുന്നുണ്ടല്ലേ, ലിതസ്കുനു ഇലൈഹ,
ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടുന്ന, അഥവാ സ്വാലിഹത്തായ ഒരു സ്ത്രീ. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊക്കെയും നമ്മളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മർഅത്തൻ സ്വാലിഹ ആക്കട്ടെ. അപ്പോ നമ്മളിലൂടെ സ്വാലിഹത്തായ ഒരു സ്ത്രീയിലൂടെ അവളുടെ ഇണക്ക് കിട്ടുന്ന ഒരു വിഷയമാണ് ആ സക്കീനത്ത് എന്നുള്ളത്. പരസ്പരമാണെങ്കിലും ലിതസ്കുനു ഇലൈഹ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സക്കീന ഉപയോഗിച്ച് കാണാൻ പറ്റും. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് എന്താണ്, അഥവാ ഇവര് രണ്ടുപേരും അവർക്ക് മഅയ്യത്തുള്ള അവർക്ക് ഉറപ്പായ സമയത്ത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന എന്ന് പറഞ്ഞ് അവർക്കത് ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്, ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്, അവർക്ക് സക്കീനത്ത് കൊടുത്തത്, അവർക്ക് അവിടെ സമാധാനം കൊടുത്തു. രണ്ടാമത് അള്ളാഹ് പറഞ്ഞത് അള്ളാന്റെ നസ്ർ, അത് അള്ളാഹ് ഇറക്കി കൊടുത്തു. എങ്ങനെ? ബിജുനൂദിൻ ലം തറൗഹ, ഓര് കാണാത്തൊരു സൈന്യത്തെ ഇറക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഈ ഒരു ആയത്ത്. സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്താണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ചിന്തിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നാമത് എന്താണ്? സുഖ ദുഃഖ സമ്മിശ്രാണ് അല്ലെ. ഇവിടെ നമുക്ക് ചിരിക്കും, ആ ചിരി കഴിഞ്ഞ പാട് ചിലപ്പോ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര ഒരു ദിവസം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സമയങ്ങളിലാണ് നമ്മളെ മൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നത്. നമ്മൾ ഒരു സമയത്ത് ചിലപ്പോ നമ്മൾ ഒരു കോൾ എടുക്കുന്നു, ഭയങ്കര ചിരിച്ച് കളിച്ച്, അപ്പൊ തന്നെ അടുത്തൊരു കോള് വരുന്നു, നമുക്ക് ഭയങ്കര ഷോക്കാവുന്നു, നമ്മൾ നിശ്ചലാവുന്നു, അടുത്തൊരു കോള് വരുന്നു. അത്തരത്തിൽ പല പല സന്ദർഭങ്ങളിലായിട്ട് ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു ജീവിതത്തില് നമ്മളെ വിഷമഘട്ടത്തില് പെട്ടുപോയി എന്ന് തോന്നുന്നിടത്ത് നമുക്കൊരു സമാധാനം തോന്നിക്കണോ? പെട്ടുപോയി, ഇനി ഒരു രക്ഷയില്ല എന്ന് തോന്നിയ ആ സമയങ്ങളിൽ നമുക്ക് സമാധാനം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അതെന്ത് കഥയാണ് അല്ലേ? പെട്ടുപോയാൽ ഞാൻ പിന്നെ കുടുങ്ങിയല്ലേ, പിന്നെ വിഷമല്ല നമുക്ക് ഉണ്ടാവുക. എന്നാ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാറ്റാനായിട്ടുണ്ട്. പെട്ടുപോയി എന്ന് തോന്നുന്നിടത്ത് നമുക്ക് നമ്മുടെ സന്തോഷത്തിലായിക്കോട്ടെ സന്താപവേളയിലായിക്കോട്ടെ നമുക്ക് ഫീൽ ചെയ്യേണ്ട വിഷയമാണ് മഅയ്യത്തല്ലാഹ്. ആ മഅയ്യത്തല്ലാഹ് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അവിടെ എന്തായി, നമുക്ക് സക്കീനത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ളതായിട്ടുള്ള സഹായം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറങ്ങും. അത് അള്ളാന്റെ വാഗ്ദാനാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാന്റെ വാഗ്ദാനം എന്താണ്? അത് ഹഖാണ്. അതൊരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനം പാലിക്കാതിരിക്കൂല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വാഗ്ദാനത്തിന് കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള വിഷയം എന്താണോ അതാണ് നമ്മൾ ആദ്യത്തിൽ തന്നെ നോക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, മറ്റൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള. നമ്മള് പലപ്പോഴായി ചിന്തിക്കുന്ന കാണാൻ പറ്റും, ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എത്ര ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്കത് കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യക്ഷ അത് തോന്നൽ എന്താണ്, അത് നമുക്ക് അത്യാവശ്യമാണെന്ന് നമ്മൾ തോന്നുന്ന പല കാര്യങ്ങൾ, ചില കാര്യം നമ്മൾ ശ്വാസം മുട്ടി നിൽക്കുന്ന രൂപത്തിൽ അള്ളാഹിനോട് അവിടെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്കത് അവിടെ കിട്ടുന്നുണ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം നമുക്കത് ഏറ്റവും ഹൈറായിട്ടുള്ളത് ഏത് സമയത്താണ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് വേണ്ടി അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് സമയത്ത് വെച്ചതായിരിക്കും. കുത്ത് കോമ, ഇനി അതിനെ ഞാൻ മാറ്റി നിർത്താണ്. ഇനി നമ്മൾ എന്താ പറയാ, ദിവസങ്ങളിലേക്ക് വരാം. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്താണ് നിരന്തരമായിക്കൊണ്ട് നമുക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യം, ഒന്നുകിൽ നമ്മളെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ, മാനസികമായിട്ടുള്ള ആ ഒരു പിരിമുറുക്കായിക്കോട്ടെ, നമുക്ക് അതിനൊന്ന് രക്ഷ വേണം. കടത്തിൽ നിന്നായാലും ഈ മാരകമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നായാലും രക്ഷ വേണം. നമ്മൾ അള്ളാഹിനോട് നിരന്തരം മുസല്ലയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ അങ്ങനെ നമ്മൾ ദിവസവും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ അതിന് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എടുക്കുക. പ്രത്യക്ഷത്തിൽ നമുക്ക് അതിന് ഉത്തരം കിട്ടുന്നുണ്ടാവില്ല. എക്സാമ്പിൾ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടുക്കളയിൽ കയറുന്നു, നമ്മളെ പണികളൊക്കെ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മളെ വീട്ടില് എന്താണ്, ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടില് കത്തി, ആ കത്തിപ്പ് ഉപയോഗിക്കലുണ്ടാവും ഉമ്മമാരായിട്ടുള്ള നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. ആ കത്തി എവിടെയാണ് വെച്ചതെന്ന്
എങ്ങനെ നോക്കിയിട്ടും കിട്ടണില്ല. നമുക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ആ ഫുഡൊന്ന് അത് മുറിച്ച് അത് ഭക്ഷണം പാകം ചെയ്യും വേണം. ആ സമയത്ത് നമ്മൾ അള്ളന്റെ റബ്ബേ അത് എവിടെ വെച്ചെന്ന് കാണുന്നില്ലല്ലോ എന്ന് പറയുന്നേ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോ അതിന് കത്തി കിട്ടിയിട്ടുണ്ടാവും. ആണോ? ഇത് ഇത് സ്വാഭാവികമായിട്ട് ഇത് സുപരിചിതായിട്ട് എല്ലാവർക്കും അനുഭവമുള്ള വിഷയമാവുമല്ലോ. അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് നമ്മള് നിസാരായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോ നമ്മളൊന്ന് കൊതിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മളൊരു ഒരു 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 തരത്തില് നമ്മൾ കിട്ടുന്ന് കരുതിയതാവില്ല, പക്ഷെ വെറുതെ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പുറത്ത് അള്ളഹാനോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല കിട്ടിയതായിട്ട്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് പ്രിയപ്പെട്ടവരെ, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വിഷയമുണ്ട്. അഥവാ ഇന്നല്ലാഹ മഅന, തീർച്ചയായിട്ടും അള്ളാഹ് നമ്മളൊപ്പം തന്നെ ഉണ്ട് കേട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് എന്ത് ചെയ്യാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹബ്ലുൽ വരീദ് അഥവാ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നമ്മളെ കണ്ടനാടിയേക്കാൾ നമ്മൾ അടുത്താണ് നമ്മളെ എന്ത് ചെയ്യാണ്, നമ്മളെ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള എത്ര എത്ര അനുഭവങ്ങൾ. നമ്മൾ ആ സാധനം കിട്ടി നമ്മൾ നമ്മളെ പണി തുടരും. അപ്പൊ നമ്മളിൽ അതിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം കൂടി ഉണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്, അതിലൂടെ ഒന്നുകിൽ നമ്മൾ അതുവരെ ചോദിച്ചിട്ടുള്ള വിഷയം ഒന്നെങ്കിൽ നമുക്ക് ഹൈറേ ആവൂല ഈ ദുനിയാവില്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്തേക്ക് വേണ്ടി അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മളാ ചോദിക്കുന്ന വിഷയം ഇപ്പോഴല്ല നമുക്ക് ആവശ്യം, നമുക്കത് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് തോന്നുമെങ്കിൽ അതിപ്പം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയൂല. അല്ലെങ്കിൽ ഇപ്പൊ അതിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷെറ് അവിടെ ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനിപ്പം നൽകാത്തത്. മൂന്നാമത്തെ ഒരു വിഷയം എന്താണ്, നമുക്ക് അതിലൂടെ എന്താണ്, നമുക്കിനി അത് ഇപ്പൊ തന്നെ കിട്ടുമായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പൊ തന്നെ അതിനെ നൽകും ചെയ്യായിരുന്നു. അപ്പോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഒരു മറുപടിയാണത്. അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, മഅയ്യത്തല്ലാഹ്, ഇന്നല്ലാഹ മഅന, അള്ളാഹ് നമ്മളൊപ്പം തന്നെ ഉണ്ട്. ഇന്നല്ലാഹ മഅയി, അള്ളാഹ് എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ബോധ്യം ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ. സുബ്ഹാനല്ലാഹ്, ഈ മഅയ്യത്ത് അള്ളാഹ് നമ്മിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ പിന്നെ ഏറ്റവും ഗനിയായി, ഏറ്റവും നല്ല സമ്പന്നരായി. ഇതേപോലെ ഓരോരോ സമയങ്ങളിലാണെങ്കിലും നമ്മൾ നമ്മളെ ജീവിതത്തെ എടുത്തു നോക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. സുബ്ഹാനല്ലാഹ്, ഇന്നൊരു ദിവസം റീസെന്റ് ആയിക്കൊണ്ട് ഞാൻ കേട്ട ഒരു സംഭവം ഇതോടൊപ്പം നിങ്ങളോട് പങ്കുവെച്ചോട്ടെ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നുള്ളത്. അപ്പോഴൊക്കെയും പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം പലപ്പോഴും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളെ ഹൃദയത്തിലേക്കൊന്നും കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അതിന്റെ ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളാത്തോണ്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പർവ്വതങ്ങളെ പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനത്രയും എന്താ പറയാ, അതിനത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പർവ്വതങ്ങളെ ഉദാഹരണമാക്കി പറഞ്ഞിട്ടുണ്ടാവുക. സൂറ നമുക്ക് സൂറത്തുൽ ഗാശിയയിൽ കാണാൻ പറ്റും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങള് ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, ഭൂമി എങ്ങനെയാണ് നിങ്ങൾക്ക് നീട്ടപ്പെട്ടത്, നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് വാസയോഗ്യമാക്കിയത് എന്നുള്ള നോക്കി കാണുന്നില്ലേ, അതിലൂടെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് മഅയ്യത്ത് അല്ലാഹ് ഫീൽ ചെയ്യും. അതിലൂടെ നമുക്ക് അള്ളാഹു നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ബോധ്യവും. ഈയിടെ എവറസ്റ്റ്, നമുക്കറിയാം എവറസ്റ്റ് കൊടുമുടിയാണ് ഏറ്റവും ഏറ്റവും ടോപ്പായിട്ടുള്ള പർവ്വതം. അപ്പോ എവറസ്റ്റിന് മുകളിൽ കയറുക എന്നുള്ളത് എന്താണ്, ജീവൽ മരണ പോരാട്ടം കൂടിയാണ്. പലരും എന്ത് ചെയ്തിട്ടുണ്ട്, അത് കയറുന്നതിന്റെ അതിന്റെ ഏറ്റവും മുകളിൽ എത്തുന്ന ആ സമയത്തോടനുബന്ധിച്ച് മരിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഒരാളെ, ഒരു സ്ത്രീന്റെ
മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീന്റെ ഇന്റർവ്യൂ കാണാനിടയായ സമയത്ത് അവർ പറയുന്ന ഒരു വിഷയം, നമ്മൾ ഉയരം കൂടുന്നോറും ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നോറും നമ്മുടെ ഓരോരോ ശരീരത്തിന്റെ ഓരോരോ സെല്ലുകളും ഓരോരോ ഭാഗങ്ങളായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് അത് വർദ്ധിച്ച് അതെന്താവും, അവര് കംപ്ലീറ്റ് ആയിട്ട് മരിക്കുന്നുണ്ട്, അവരവിടെ തന്നെ കെടുക്കുകയാണ് ഉണ്ടാവുക. പിന്നെ അവരുടെ അടുത്ത് താങ്ങി തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പൊ സുബ്ഹാനല്ലാ, ചിന്തിച്ചൊരു വിഷയം അതൊന്നുമല്ല. അവര് പോണ സമയത്ത് അവരുടെ കയ്യിൽ എന്തുണ്ടാവും, എന്താ ക്യാമ്പ് 3 അങ്ങനെ എന്തൊക്കെ ഓരോരോ ക്യാമ്പുകളുണ്ട്. ക്യാമ്പ് 3 മുതൽ അവർ ഓക്സിജൻ സിലിണ്ടർ യൂസ് ചെയ്തിട്ടാണ് പോവുക. 4 അഥവാ കട്ടിയുള്ള 4 വസ്ത്രങ്ങൾ അവർ ധരിച്ചിട്ടുണ്ടാവും. അത് അതിന്റെ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ആ ഒരു സെറ്റിങ്ങോട് കൂടിയിട്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിട്ടുണ്ടാവുക. ഇങ്ങനൊക്കെ ആ സ്ത്രീ പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അഥവാ ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ പിന്നെ ജീവിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് അവരവിടെ പോണത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നോറും ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോരോ നമ്മളെ ശരീരത്തിന്റെ പുറത്ത്, അഥവാ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെല്ലുകൾക്കും അതിന് ഓക്സിജൻ വേണം. എവിടുന്നാണ് ആ ഓക്സിജൻ കിട്ടുന്നത്? അത് ഉറപ്പായിട്ട് അത് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടാനുള്ളതാണ്. ആ അന്തരീക്ഷത്തിൽ നിന്ന് അത് കിട്ടാതാവുന്ന സമയത്ത് ആ സെല്ലുകൾ മരിക്കും. പിന്നീട് പിന്നീട് ഓരോരോ അവയവങ്ങളായിട്ട് ഓരോരോ ശരീരത്തിന്റെ ഭാഗങ്ങളായിക്കൊണ്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും എന്നാണ് അവർ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ആരെങ്കിലും നമ്മളെ കൈയിന് വേണ്ടുന്ന ശ്വാസം ഓക്സിജൻ നമ്മൾ എന്നാ കൈ വളരാൻ കുറച്ച് ഓക്സിജൻ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൈ നീട്ടണുണ്ടാവും? ഒന്നും വേണ്ട. നമ്മള് ഈ മൂക്കിലൂടെയുള്ള ശ്വാസോച്ഛ്വാസം തന്നെ നമ്മൾ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, ഇത്രയും സുഖസുന്ദരായിട്ട് ഒരു പ്രശ്നവും ഒരു പരിക്കൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു. അത് നമ്മളെ കൂടെ ഉണ്ടെന്ന് ഹബ്ലിൽ വരീതായിട്ട് അത് നമ്മളിങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവാ വേണ്ടത്? ശരിക്കും സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു ഭയങ്കര രസമുള്ള ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു വർത്താനം അവസാനിപ്പിക്കുകയാണ് ഇന്നത്തത്. എല്ലാരും ഇമാജിൻ ചെയ്യണം, ഞാൻ പറയുന്ന ഓരോ സ്റ്റേജും എല്ലാരും കണ്ണിൽ കാണുന്നെ വേണം. ഓക്കെ, റെഡി ആണല്ലോ? ഇന്നിപ്പോ സമയം 7:59. ഇപ്പോ പെട്ടെന്ന് നിങ്ങൾക്കൊരു വാർത്ത വരികയാണ് നിങ്ങളെ ഫോണിലേക്ക്. നമ്മൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്, അപ്പോഴേ അങ്ങനെ ഇങ്ങനെ റിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഉമ്മ മരിച്ചിട്ടുണ്ടെന്നോ, നിങ്ങളെ ഉപ്പ മരിച്ചിട്ടുണ്ടെന്നോ, നിങ്ങളെ വല്യമ്മ മരിച്ചു, വല്യപ്പ മരിച്ചു, നിങ്ങളെ പൊന്നുപോലെ നോക്കിയ നിങ്ങളെ മക്കൾ മരിച്ചു, നിങ്ങളെ സഹോദരികൾ മരിച്ചു. ഇങ്ങനെ ഓരോരുത്തരെ നിങ്ങൾ കാണാം. ഉമ്മ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഉമ്മ ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കും, പക്ഷെ അവരില്ലാത്ത ഒരു വിഷമം നമുക്ക് ഉണ്ടാവും. ഉപ്പ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഉപ്പ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു വിഷമം അവിടെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഉമ്മ ഇല്ലെങ്കിൽ നമ്മളെ നോക്കാൻ അവിടെ വേറെ ആൾക്കാരുണ്ട്. ഉപ്പ ഇല്ലെങ്കിലും നമുക്ക് റിസ്ക് നൽകാൻ വേറെ ആൾക്കാർ കടന്നു വരും. മക്കള് മരിച്ചാലോ? മക്കള് മരിച്ചു കഴിഞ്ഞാല് അവിടെ ആ ശുഗലിൽ നിന്ന് നമുക്ക് അവിടെ ഒരു ശൂന്യത അനുഭവപ്പെടും. ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ശൂന്യത അനുഭവപ്പെടും. എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കും, ഉറങ്ങും, നമ്മളെല്ലാ പ്രവൃത്തികളും ചെയ്യും. നമ്മളെ ഗ്രാൻഡ് പാരൻസ് അവരില്ലെങ്കിലും നമ്മൾ ജീവിക്കും. പക്ഷെ അവരുടെ ആ ഒരു ലാളിത്യം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മിസ്സിങ് ആവുന്നു മാത്രം. അതും എന്നുണ്ടോ? ഇല്ല. വർഷങ്ങൾ കഴിയുന്നോറും അതിന്റെ ആഘാതവും പവറൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി നമ്മളോടൊപ്പം കിടപ്പുറ പങ്കിട്ട നമ്മളെ ഇണകളോ, അവര് മരിച്ചു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കും. ഒന്നുകിൽ നമ്മൾ പുതിയൊരു ഇണയെ കണ്ടെത്തും, നമുക്ക് പുതിയൊരു ഇണ വരും. അതല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബാക്കി നമ്മുടെ മക്കളോടൊപ്പം പേരമക്കളോടൊപ്പം നമ്മൾ ജീവിക്കും. നമ്മൾ എന്നും കരഞ്ഞിരിക്കോ? ഇല്ല. ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും നമ്മള് സന്തോഷിക്കും, ചിരിക്കും, ഒക്കെ ചെയ്യും. ഇങ്ങനെ നിങ്ങളെ പ്രിയപ്പെട്ട എല്ലാരും മരിച്ചിട്ടുള്ള ഒരു സമയങ്ങൾ എല്ലാരും ഇപ്പൊ തന്നെ കാണണം. ഉറപ്പായിട്ടും അല്ലെ? ഇവിടെ എവിടെ നമ്മൾ ശ്വാസം മുട്ടി മരിച്ചു പോലല്ലോ അവരില്ലാന്ന് കരുതിയിട്ട്. അവരെ വിളിക്കാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ആരും ഇവിടെ അറ്റാക്ക് വന്ന് മരിക്കൂലല്ലോ. ഉണ്ടോ? ഒരിക്കലും ഇല്ല. അവരാരും ഇല്ലാന്ന് കരുതിയിട്ട് നമ്മൾ ആരെങ്കിലും നമ്മൾ മരിക്കണവരെ വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ മാനസിക രോഗിയായി പിന്നെ ഭയങ്കര ടെൻഷനായി നമ്മൾ ആരെയും ജീവിക്കോ? ഇല്ലില്ല. നമ്മൾ റിക്കവർ ആവും.
എന്റെ ഉമ്മച്ചി പറയുന്ന ഒരു സംഭവമാണ്. ആ, കബറിൽ മണ്ണിട്ടാല് ഇവിടെ നമ്മളെ കൽബില് കല്ലിടുന്നു. ഏഹ് ഭയങ്കര രസമുള്ളൊരു, അഥവാ ഭയങ്കര യാഥാർത്ഥ്യം നിറഞ്ഞിട്ടുള്ള ഒരു വിഷയമല്ല അത്. അപ്പുറത്ത് മണ്ണിട്ട് കഴിഞ്ഞാല് ഇപ്പുറത്ത് കല്ലിടുന്നു, ആ ഓർമ്മകൾക്ക്. ഇനി ഇനി ഒരു കാര്യം എല്ലാരും ചിന്തിക്കേണ്ടത്, ഇവരൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ ജീവിക്കും, നമ്മൾ സന്തോഷിക്കും, നമ്മൾ വളരും, നമ്മൾ പുഷ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും വരുന്ന ചെയ്യും ഇവരില്ലെങ്കിലും. പക്ഷെ അല്ലാത്തൊരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാ, പെട്ടുപോയി അല്ലാ, ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലാൻ നമുക്ക് ആ സുജാത ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ആരാ നമുക്കുള്ളത്? തളർന്നു നിൽക്കുമ്പോ അള്ളാ എന്ന് വിളിക്കാന്, എന്റെ റബ്ബേന്ന് നീട്ടി വിളിക്കാന് ഒരു ഖാലിഖ് ഇല്ലാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നമുക്ക് അവിടെ സന്തോഷമില്ല, പിന്നെ നമുക്ക് അവിടെ വളർച്ചയില്ല, പിന്നെ അവിടെ നമുക്ക് ഉയർച്ചയില്ല. എന്തായിരിക്കും അവസ്ഥ? സുബ്ഹാനല്ലാ, മുരടിപ്പോ എന്താ നമുക്ക് പറയാൻ പറ്റുക? സുബ്ഹാനല്ലാ, പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അള്ളാഹ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള മയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഞാനും നിങ്ങളൊക്കെ എത്ര സന്തോഷത്തിലുള്ളത്. അത് മനസ്സിലാക്ക. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അത് നമ്മൾ ഓരോ സന്ദർഭത്തിലും നമുക്ക് ബോധ്യമാവണം. ആ മഅയ്യത്ത് നമുക്ക് ഫീൽ ആവണം. സുബ്ഹാനല്ലാ, നമ്മൾ അറിയാതെ നമ്മളത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾക്കത് ഇറങ്ങിയിട്ടില്ല മഴയത്ത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഒന്നും വേണ്ട, ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മളെ കണ്ണിനുള്ള ഓക്സിജൻ, നമ്മളെ ശരീരത്തിന്റെ, നമ്മളെ സ്കിന്നിന് വേണ്ടുന്ന ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. സുബ്ഹാനല്ലാഹ്, ഇന്നലെ എന്റെ സാഹിബ എന്നോട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അഥവാ കിഡ്നിയുമായി ബന്ധപ്പെട്ട് കിഡ്നി ഫംഗ്ഷന്റെ അഥവാ ഡയാലിസിസിന്റെ വിഷയം പറഞ്ഞത്, അഥവാ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് 4 മണിക്കൂർ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റൂല. ഒരേ കെടുപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒരു നിശ്ചലായി, അഥവാ ഒരു ചലനം, വേറെ മറ്റൊരു ആക്ടിവിറ്റീസും ഇല്ലാതെ അവരവിടെ അതിനു വേണ്ടി മാത്രം. നമ്മള് ചെറിയ 2 വൃക്ക ദിവസവും ചെയ്യുന്ന പണി ചെയ്യാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്ക്. ഇപ്പൊ നമ്മളെ വൃക്ക അതവിടെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടാവും, അപ്പോത്തിന് നമ്മളിവിടെ ഒരു 10 കാര്യങ്ങൾ ചെയ്യണുണ്ടാവും, അല്ലേ? നമ്മൾ അറിയണുണ്ടോ? സുബ്ഹാനല്ലാഹ്, ആരാണ് അങ്ങനെ ഒരു ഫങ്ഷൻ നമ്മളെ ശരീരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം ഇങ്ങനെ നമ്മളെ വൃക്കനെ, ഇന്നൊരു ദിവസം നീ സ്വന്തം തന്നെ എന്റെ വൃക്കനെ കൊണ്ട് പ്യൂരിഫൈ ചെയ്യിക്കുന്ന പറഞ്ഞാൽ ഇതിൽ ആർക്ക് പറ്റും? പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ മഅന. ശരിക്കും സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവർ അള്ളാന്റെ മഅയ്യത്ത് ബോധ്യപ്പെട്ടവരായിരുന്നു, അത് ഫീൽ ചെയ്തവരായിരുന്നു. ഈ ജീവിതമല്ല, ഇതിനേക്കാൾ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ട് എന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിനെ അവർക്ക് ഉപേക്ഷിക്കാനും ആഖിറത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവർക്ക് പറ്റി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ചെറിയ വിഷയമല്ല. ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തപ്പോഴേ ഒരുപാട് കാര്യങ്ങൾ അഥവാ ഈ ഒരു വിഷയം ഞാൻ പറയുന്ന സമയത്ത് ആദ്യം എനിക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയും പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ മഅയ്യത്ത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ഫീൽ ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിഷമം വരുന്ന സമയത്ത് ജസ്റ്റ് അള്ളാന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. നിങ്ങളൊന്ന് ആലോചിക്ക്, നല്ലോണം വിശക്കണ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മള് എന്തെങ്കിലും തെരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ഹറിബറിയിലാണെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് ഒന്ന് സ്റ്റെക്ക് ആവുന്ന സമയത്ത് അള്ളാന്ന് വിളിക്കുമ്പോത്തിന് നമുക്കത് കിട്ടിയിട്ടുണ്ടാവും. നമ്മളത് ഓർ അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷെ അത് യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ നമ്മുടെ നമ്മളെ കഴിഞ്ഞു പോയ ദിവസങ്ങളെയും സമയങ്ങളെയും സിറ്റുവേഷൻസിനെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് അടിച്ചു നോക്കി. ആ സമയത്ത് അള്ളാന്ന് പറഞ്ഞപ്പോത്തിന് കിട്ടിയ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അള്ളാ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കിയ കുഞ്ഞു കാര്യം ഉണ്ടാവും.
പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തന്നിട്ടുള്ള നമ്മളെ സന്തോഷിപ്പിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മഅയ്യത്ത്, ഇന്നല്ലാഹ മഅന എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാവേണ്ടുന്ന, നമ്മളത് ഉൾക്കൊണ്ട് ബാക്കിയുള്ളവരിലേക്ക്, നമ്മുടെ സാഹിബുകളിലേക്ക് പകരേണ്ടുന്ന ഒരു 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 ഭംഗിയുള്ള ഒരു പ്രതിഭാസം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ വിഷയം കൂടെ പറയട്ടെ. ഒരു സാഹിബ് എങ്ങനെ ആവണം എന്നുള്ളത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ഒരു ഖുലുഖിലൂടെ അള്ളാഹ് ആ ഒരു ക്വാളിറ്റിനെ എടുത്ത് പറയാണ്. നമ്മളെ ഫ്രണ്ട്സിനെ, അതാ ഒരു ഫ്രണ്ടിനെ ഏറ്റവും സൂപ്പർ ആയിക്കൊണ്ട് ആ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന, ആ ഫ്രണ്ടിനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു 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 വാക്ക് എന്താണ്, അത് ഇതാണ് എന്നുള്ളതും കൂടെ ഇവിടെ നമുക്ക് കാണിച്ചിരുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ സ്വന്തം ജീവിതമായാലും അള്ളാഹു ഉണ്ട്, അള്ളാഹ് നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള സമയമാവട്ടെ. സങ്കടം വരും, വിഷമം വരും, ടെൻഷൻ ഉണ്ടാവും, ഇതൊക്കെ വരുമെന്ന്, ഇതൊക്കെ മുഅ്മിനീനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹമ്മിൽ നിന്നും, ഹസനിൽ നിന്നും, കെസലിൽ നിന്നും, ആജിസിൽ നിന്നും, വീക്ക്നെസ്സിൽ നിന്നും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുഅ്മിനീനെ ബാധിച്ചേക്കാം. അതിനുള്ള ഒരു പ്രിക്കോഷൻസ് തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഉള്ള ഒരു വ്യക്തി എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പക്ഷെ അതിനൊക്കെയും എങ്ങനെയൊക്കെ തരണം ചെയ്യണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഇബാദുകളില്, അവന്റെ എന്താണ് അടിയാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ലാ തഹ്സൻ, എന്റെ സാഹിബാത്തുകളോട് ഞാൻ പറയാണ്, ഉറപ്പായിട്ട് ഇത് ദുനിയാവാണല്ലോ, വിഷമങ്ങൾ ഉണ്ടാവും, തളർച്ചകൾ ഉണ്ടാവും, അത്രയും പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് ഉറപ്പായിട്ടും വേദനകളൊക്കെ ഉണ്ടാവും, ഒരാളോട് പറയാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ നീറുന്നുണ്ടാവും. മിൻ അഅ്മാഖി ഖൽബി, ഹൃദയത്തിന്റെ അടിത്തട്ടുന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളൊപ്പം തന്നെ ഉണ്ട്. നമുക്ക് ബോധ്യം ഉണ്ടാവണം. ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ എന്ത് ചെയ്യും, സക്കീനത്ത് പെയ്തിറങ്ങും. നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾ കാണാത്ത വഴികളിൽ കൂടെ നമുക്ക് സഹായം വരും. നമുക്ക് കാണാത്ത ആൾക്കാരായിട്ട്, നമ്മൾ കാണാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കുള്ള സഹായത്തിന് സബബുകളാക്കി തരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനല്ലേ, ഇനി എനിക്ക് ആരാണ് അഥവാ പല സന്ദർഭത്തിലും ഇന്ന ആരാണ് നോക്കാന്, ഇനി ഇന്നെ മനസ്സിലാക്കാൻ ആരാണുള്ളത്, അത്തരം സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇനി ഞാൻ എങ്ങനെ, ഇനി എനിക്ക് ആര്, ഇനി ഞാൻ എങ്ങനെ പോവും, ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ആവും. പക്ഷെ വല്ലാഹി നമ്മളെ മയ്യത്ത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് നമുക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. അത് പിന്നെ എനിക്ക് നമുക്ക് ബോധ്യപ്പെടാം, ഈ സംവിധാനം എനിക്ക് വേണ്ടിയിട്ടായിരുന്നു, അവര് വന്നത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു, അവരെ ജോലി പോയത് എനിക്ക് ജോലി കിട്ടാനായിരുന്നു, അവര് വീണത് എനിക്ക് അവരെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിൽ പലതരത്തിലായിക്കൊണ്ടും സുബ്ഹാനല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സബബുകൾ ഇറക്കി തരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ എന്റെ സാഹിബാത്തുകളാക്കി എടുത്തുകൊണ്ട് പറയാണ്, ഇന്നല്ലാഹ മഅന. ജസ്റ്റ് ദിവസം ഞാൻ പറഞ്ഞ പോലെ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, ഇത് നിങ്ങൾ എല്ലാവരും, ഇത് എന്നോടുള്ള, അതേപോലെ നിങ്ങൾ ഓരോരുത്തരോടുള്ള ഒരു വസിയ്യത്താണ്. ദിവസം നമ്മളെ നഫ്സിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു അവയവം എടുത്തിട്ട് ചിന്തിക്കണം. യൂട്യൂബ് ഉണ്ട്, സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തൊക്കെ കണ്ടുകൂട്ടണത് അല്ലേ? അഥവാ ഫോണൊന്നും എടുത്ത് യൂട്യൂബ് പെട്ട് കഴിഞ്ഞാല് പിന്നെ ഷോർട്സ്, പിന്നെ ആ കുടുക്കിന്ന് ഊരണമ്പോഴാവും ഞാൻ എന്തിനാ ഇത് എടുത്തതെന്ന് ചിന്തിക്കാം. ആ സമയത്ത് ജസ്റ്റ് കണ്ണെങ്ങനെയാണ്, കണ്ണിന്റെ ആ പ്രക്രിയകൾ എങ്ങനെയൊക്കെയാണ്, നമ്മളെ സ്കിന്നിന്റെ ഫങ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ജസ്റ്റ് അതൊക്കെ കാണാം. ഇപ്പൊ 3D ചിത്രങ്ങളും വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആ സ്കിന്നില് നമ്മള് അഥവാ വിയർപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ നമ്മളെ സ്കിന്നിലുള്ള രോമങ്ങൾ എന്തിനാണ്, കണ്ണ് നമ്മൾ എങ്ങനെയാണ് ഒരു സംഭവത്തെ കാണുന്നത്,
ഉണ്ട്. സുബ്ഹാനല്ലാ. അള്ളാഹിനെ മനസ്സിലാക്കാൻ സുബ്ഹാനല്ലാ ഇന്ന് ഭയങ്കര വിശാലമായിട്ടുള്ള മാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു നോട്ടോ ഒരു പെന്നോ എടുത്തിട്ട് റഹ്മാൻ അല്ലമ സോറി അള്ളാഹു സുബ്ഹാനഹു വ തആലനെ പറഞ്ഞ സമയത്ത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ പറ്റും, അല്ലമ ബിൽ ഖലം. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയുള്ളതാണ്? അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ റബ്ബാണ്. അതുകൊണ്ട് പെന്ന കൊണ്ട് എഴുതാന്നുള്ളത് എന്താണ്? അത് ഉറപ്പായിട്ടും അത് ഇൽമിന്റെ ഒരു സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ എഴുതുക. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതമാണല്ലോ നമ്മളെ കണ്ണ്. ഞാൻ എന്നോട് സംസാരിക്കുന്ന പോലെ എഴുതാൻ ശ്രമിക്കാം. അപ്പൊ അർഷദ, എന്ത് അത്ഭുതല്ലേ കണ്ണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നും വേണ്ട, ഈ കണ്ണിന്റെ കൺപോള, ഈ കൺപോള നമ്മൾ എത്ര, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കൈ ഇങ്ങനെ ആക്കി നോക്ക്, കണ്ണിന്റെ അവിടേക്ക് ഇങ്ങനെ തട്ടിച്ചു നോക്കി, ആ കണ്ണ് അടഞ്ഞിട്ടുണ്ടാവും. അത്രയും ഏറ്റവും എന്താണ് ചലനാത്മകമായിട്ടുള്ള, എന്താണ് ഭയങ്കര അത്രയും റിയാക്ട് ഉള്ള, ഭയങ്കര പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാൻ പവറുള്ള രൂപത്തിലാണ് നമ്മളെ കൺപോളന്റെ സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. നമ്മളെ ഒരു പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു വെള്ളത്തുള്ളി എത്തുമ്പോൾ നമ്മളെ കണ്ണ് ചിമ്മണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അത്രയും സുസജ്ജമായിട്ടുള്ള സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺപോളകളിൽ വെച്ചിട്ടുള്ളത്. ആ കൺപോള അതിന്റെ പ്രവർത്തനം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മുൻപിലേക്ക് ഒരു തീപ്പൊരി പാറുമ്പോൾ നമ്മളെ കൺപോള അടയണില്ലെങ്കിൽ നേരെ നമ്മുടെ കണ്ണിലേക്ക് എത്തും, നമ്മളെ കാഴ്ച നഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതാം. നമ്മളെ മുടി, കൺപിരികം, കൺപോളയിലുള്ള പിരികം ഒന്ന് ആലോചിച്ച് നോക്കി. ചിലവർക്ക് നല്ല കട്ടിയുള്ള പിരികം ഉണ്ടാവും, ചിലവർക്ക് നല്ല നൈസായിട്ടുള്ള പിരികയായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഒരു അത്ഭുതം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. ഇതൊക്കെ എന്തിനാണ്? മഅയത്തല്ലാ. ഇതൊക്കെ എന്തിനാണ്? വിഷമിക്കണ്ട, അള്ളാ നമ്മളൊപ്പണ്ട്. നമുക്ക് ഇതൊക്കെ ചെയ്തിരുന്ന അള്ളല്ലേ. ഇതൊക്കെ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മളെ മൂക്കിനുള്ളിൽ രോമം വെച്ചത്. അത് നിങ്ങൾക്ക് അറിയില്ല. സുബ്ഹാനല്ലാഹ്. അഥവാ ഗ്രാമത്തില് ഉള്ള ഒരാളെയും നഗരത്തിലുള്ള ഒരാളെയും എടുത്തു കഴിഞ്ഞാൽ മൂക്കിനുള്ളിൽ ഏറ്റവും കൂടുതൽ രോമം ഉണ്ടാവല് നഗരത്തിലുള്ള ആൾക്കാണ്. ഈ മൂക്കിൽ എന്തിനാണ് രോമം? മൂക്കിനുള്ളിലുള്ള രോമങ്ങളാണ് ഫസ്റ്റത്തെ പട്ടാളക്കാര്. നമ്മളെ മൂക്കിലേക്ക് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് വരുന്ന പൊടികളും അതൊക്കെ ഇവരെന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ ശ്വാസത്തെ വിടുന്നത്. അപ്പോ ഗ്രാമത്തിലുള്ളവർ അത്രയും മോശമായിട്ടുള്ള വായു അല്ല ശ്വസിക്കുന്നത്, അവർക്ക് കുറച്ചും കൂടി നല്ല വായു കിട്ടും. അതുകൊണ്ട് തന്നെ അവരെ മൂക്കിനുള്ളിൽ പൊതുവേ രോഗം കുറവാകും. ആരെയും ഇൻഫർമേഷൻ കൊടുത്തത്? ഞാൻ നിങ്ങളൊക്കെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മളെ മുഖം വെളുക്കാൻ ചെയ്ത മാതിരി എന്തെങ്കിലും അതിനുള്ളിൽ കൊണ്ടുപോയി ചെയ്തിരുന്നോ? നെവർ, ഒരിക്കലും ഇല്ല അല്ലെ. പട്ടണത്തിലുള്ള ഒരാളെ മൂക്കിനുള്ളിൽ ഒരുപാട് രോമമുണ്ട്. എന്താണ് കാരണം? ഓന് ശ്വസിക്കുന്ന വായു എന്താണ്? ഏറ്റവും പൊല്യൂഷൻ ആയിട്ടുള്ളതാണ്. ആ പൊല്യൂഷൻ ആയിട്ടുള്ള വായു അവന്റെ മൂക്കിനുള്ളിൽ ശ്വാസകോശത്തിൽ എത്തരുത്. അത്രയും ഫിൽട്രേഷൻ അവർക്ക് വേണം. അതുകൊണ്ട് അത്രയും രോമങ്ങൾ. ഇതാരെങ്കിലും നഗരത്തിലുള്ള ആള് കുറച്ചും കൂടെ എന്തെങ്കിലും അത് രോമം വളരാനുള്ള എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മുടെ ജീവിതം കുറച്ചും കൂടി സ്മൂത്ത് ആവും. പ്രത്യേകിച്ച് ഈ വിഷമിക്കുന്ന സമയത്ത് ഇതൊക്കെ ചിന്തിക്കാന്നുള്ളത് പാടായിരിക്കും. പക്ഷെ നമ്മൾ അത്തരത്തിൽ നമ്മളെ എന്റെ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ളത്, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ എന്നുള്ളത് നമ്മളെ റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കാൻ, അവന്റെ മഅയ്യത്തിനെ കൂടുതൽ ബോധ്യപ്പെടാനുള്ള ഒരു ഘടകം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പറഞ്ഞതിൽ എന്തെങ്കിലും ഉപകാരപ്രദമായതുണ്ടെങ്കിൽ അത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും തിരുദൂതരുടെ സുന്നത്തിൽ നിന്നുള്ളതാണ്. എന്തെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ശൈത്താനിൽ നിന്നും എന്നിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെനിക്ക് പുറത്ത് നൽകട്ടെ. ബാറകല്ലാഹു ഫീക്കും. ജസാകുമുല്ലാഹു ഖൈറ.